ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം നോട്ട്സ്. നിങ്ങൾക്ക് മുടി പിന്നാൻ അറിയോ? എങ്കിലിതാ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. കാരണം നമ്മുടെ മണി പ്ലാന്റ് ഇല്ലേ, മണി പ്ലാന്റ് മുടി പിന്നണ പോലെ പിന്നിയെടുത്ത് നമ്മളൊരു അടിപൊളി ഇൻഡോർ പ്ലാനായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങനെയാണെന്ന് കാണണ്ടേ? വേഗം വന്നോളൂ. ഞാനിവിടെ കുറച്ച് മണി പ്ലാന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നീളത്തിലാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ലീവ്സ് കുറച്ച് കട്ട് ചെയ്ത് കളയാൻ പോവാണ്. ടോപ്പ് പോർഷനിൽ മാത്രം കുറച്ച് ലീവ്സ് വെച്ചിട്ട് ബാക്കി താഴത്തേക്ക് എല്ലാ ലീവ്സും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി നല്ല ആ ഒരു വള്ളി നന്നായി നീറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ 6 പീസ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തു. ഇനി ചെയ്യാൻ പോകുന്നത് ഈ 6 പീസും ഒരുമിച്ച് കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു കെട്ട് കൊടുത്ത് ഒരു ചെറിയ ജൂട്ട് കൊണ്ടൊരു ചെറിയ കെട്ട് കൊടുത്തിട്ട് ആ 6 പീസ് ഞാൻ ഒരുമിച്ച് ഇങ്ങനെ കെട്ടിയെടുത്തു. അതിന് ശേഷം നമ്മൾ സാധാരണ മുടി പിന്നണ പോലെ 2 സെറ്റായിട്ട് ഒരു കെട്ടിൽ 2 വെച്ച് വരുന്ന രീതിയിൽ ഞാനിങ്ങനെ മുടി പിന്നണ പോലെ പിന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ബോട്ടിലേക്കാണ് ഇത് വെക്കാൻ പോകണം ഉദ്ദേശിക്കുന്നതെങ്കിൽ 3 പീസ് എടുത്താൽ മതി. കാരണം 6 പീസ് വരുമ്പോൾ തണ്ടിന് കുറച്ച് വണ്ണം വരും. അപ്പം നിങ്ങൾക്ക് ബോട്ടിൽ ഇറങ്ങാതെ വരും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ 3 എടുത്താൽ മതി. ഞാനിവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ബോട്ടിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 6 പീസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുടി പിന്നണ പോലെ ഇത് അറ്റം വരെ പിന്നിയെടുക്കാം. ലീവ്സ് വരുന്ന അവിടം വരെ ഞാനിതിങ്ങനെ പിന്നിയെടുക്കുകയാണ്. അങ്ങനെ പിന്നി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ്, അതായത് നമ്മൾ പിന്നി ലാസ്റ്റ് എത്തിക്കുന്ന അവിടെയും നമ്മളിതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് നീളം കൂടുതലുണ്ടെങ്കിൽ അത് സ്റ്റിഫായിട്ട് നിൽക്കത്തില്ല. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റിഫായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മളെന്തെങ്കിലും കമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പോ വെച്ചിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കമ്പിയാണ് എടുത്തിരിക്കുന്നത്. ആ കമ്പി ഞാൻ ബാക്ക് സൈഡിൽ വരുന്ന രീതിയിൽ ഞാനിങ്ങനെ കെട്ടിക്കൊടുത്തു. ഒരു അതിൻ്റെ സെൻറ്ററിലും അതിൻ്റെ ടോപ്പിലും അതുപോലെ ബോട്ടത്തിലും വരുന്ന രീതിയിൽ ഞാൻ കെട്ടിക്കൊടുക്കും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നീളം കുറച്ചെടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഇഷ്യൂ വരത്തില്ല. ഞാൻ കുറച്ച് നീളത്തിലെടുത്തുകൊണ്ടാണ് സ്റ്റിഫായിട്ട് നിൽക്കാത്തതുകൊണ്ടാണ് കമ്പി കെട്ടി സെക്യൂർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത് വെക്കാനുള്ള പോട്ടാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഞാനിവിടെ ഒരു പഴയൊരു ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്കത് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ അതിന് പകരം ഒരു പഴയ ജൂട്ടിൻ്റെ, അതായത് പഴയ ചണച്ചാക്കില്ലേ, ആ ഒരു ചാക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തു. അപ്പോൾ വേറൊരു ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നിങ്ങൾക്കിത് വെള്ളത്തിൽ എന്തെങ്കിലും കല്ലിട്ട് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഞാനിവിടെ ചെയ്യുന്ന പോലെ മണ്ണിട്ട് കൊടുത്തിട്ട് മണ്ണിൽ നമുക്കിത് വെച്ച് കൊടുക്കാം. മണ്ണാണ് ഇടുന്നതെങ്കിൽ താഴെ ഒരു ഹോളിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മളിത് അതിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഉള്ളിലേക്ക് കൂടി ജൂട്ട് മടക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മുടെ മണ്ണിൽ ടച്ച് ചെയ്യാതിരിക്കണം. അങ്ങനെ ടച്ച് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ഒഴിക്കുന്ന വെള്ളം കൂടുതലും ഈ ജൂട്ട് വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ ജൂട്ട് എപ്പോഴും നനഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ആദ്യമേ കഴിച്ചപ്പോൾ കുറച്ച് മണ്ണ് അധികമായിട്ട് ജൂട്ടിൽ മുട്ടിയിരുന്നിട്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ എനിക്ക് വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് ജൂട്ട് മുട്ടാത്ത രീതിയിൽ വേണം നിങ്ങളത് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ അങ്ങനെ വേണം നിങ്ങളൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ ഗാർഡൻ ഐഡിയ. ഇത് വളരെ ഈസിയാണ്. നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ ഒരേപോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ഹോം ഡെക്കർ ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഗാർഡൻ ഐഡിയ? എളുപ്പമല്ല ചെയ്യാൻ വേണ്ടിയിട്ട്, വലിയധികം കഷ്ടപ്പാടൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇൻഡോർ പ്ലാനായിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന പോട്ട് പഴയൊരു ഐസ്ക്രീമിൻ്റെ പോട്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ബോട്ടിലൊക്കെ ഇറക്കി വെച്ച് വാങ്ങാം. ബോട്ടിൽ ഇറക്കുമ്പോൾ നിങ്ങൾ ഇത്രയും എണ്ണത്തിൽ പിന്നെ എടുക്കേണ്ട, കുറച്ച് എണ്ണം കുറച്ചാൽ മതി. കാരണം എന്നാലേ ബോട്ടിൽ ഇറങ്ങിയിരിക്കുള്ളൂ. ഇനി അതുമല്ല എന്തെങ്കിലും ബൗൾ, നല്ല ഭംഗിയുള്ള എന്തെങ്കിലും ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നോക്കാം. നല്ല രസമാണ്. കാരണം ഇത് 2 ദിവസമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് വിടർന്ന് നല്ല രസമായിട്ട് നിൽക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.